ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തേടി തേടി ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുകയാണ്. ആ രീതിയിലുള്ള വലിയ ആക്രമണങ്ങൾ തിരിച്ചും നടക്കുന്നുണ്ട്. അവിടെ ഈ മിസൈൽ ആക്രമണമാണെങ്കിൽ ഈ ഭാഗത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? അല്ല, ഈ പലർക്കും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഈ ഇസ്രായേൽ തുടങ്ങി വെച്ചതാണോ അല്ലേ? ഇസ്രായേലാണോ ഇതിൻ്റെ കുഴപ്പക്കാരെന്ന് ചോദിക്കും. ഈ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത രൂക്ഷമായത്. അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ മതം, പ്രത്യയശാസ്ത്രം, ഭൗമരാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങളാണ് അതിന് കൂടുതൽ ആക്കം കൂട്ടിയത്. അതുപോലെ തന്നെ US-ൻ്റെ ഇസ്രായേലിനോടുള്ള ഒരു ആഭിമുഖ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ഒരു സമഗ്രതയ്ക്കുണ്ടാകുന്ന ഒരു ഭീതി ഇറാനെയും ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി എന്ന ആശങ്ക ഇസ്രായേലിനെ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2021 ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത്. അതിൽ ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നു എന്നുള്ളതാണ്. അതിൽ ഇറാൻ വളർത്തിക്കൊണ്ടുവരുന്ന ഇപ്പോൾ ഹൂതികൾ ഇങ്ങനെ ഉള്ളവരൊക്കെ തന്നെ ഈ ഇസ്രായേലിനെ ഇങ്ങനെ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ ഹമാസിൻ്റെയും ഇവരുടെയും ഹൂതികളുടെയും ഒക്കെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവർക്കൊക്കെ ആയുധം നൽകുന്നതും സഹായം നൽകുന്നതും ഒക്കെ ഇറാൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിഴലാക്രമണം തന്നെയാണ് ഇറാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, ഇറാൻ നിഴൽയുദ്ധം നടത്തുമ്പോൾ നേരിട്ട് കയറി ഇറാൻ ആക്രമിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിപ്പോൾ ഇറാന് വലിയ നാണക്കേടായി തീർന്നിരിക്കുകയാണ് രാജ്യത്ത്. അതുപോലെ തന്നെ ഈ ആക്രമണം എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഇതിനകത്ത് ഉയരുന്നുണ്ട്. അപ്പം ഒന്ന്, ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനായി മുന്നോട്ട് പോകുന്നു. 2, ഇറാൻ ആണവശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചെന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കണ്ടെത്തലുണ്ട്. ഇത് ഇസ്രായേലിന് വലിയ ഭീഷണിയാണ്. 3, ഇറാനിലെ ആണവായുധ നിർമ്മാണം ലോകത്തിനും ഭീഷണിയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു മുഴുവൻ പിന്തുണയും ആർക്ക്? ഇസ്രായേലിലേക്ക് വരും. അപ്പോൾ ലോകത്തിന് ഭീഷണിയാകുമ്പോൾ അങ്ങനെയായിരിക്കും സംഭവിക്കുക. 4, ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം, ഇസ്രായേലിൻ്റെ പ്രതിരോധ നടപടി. ഇപ്പോൾ ഇസ്രായേൽ ഒരു മിസൈൽ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തന്നെ ഈ 2 രാജ്യങ്ങൾ കടന്നു വേണം ഇതങ്ങ് എത്താൻ. ഇതൊക്കെ ഇറാഖും ജോർദാനും മറികടന്ന് വേണം ഇതങ്ങ് എത്താൻ. അപ്പം അതുപോലെ തന്നെ ടെഹ്റാനിലും ഒക്കെ തന്നെ ഇസ്രായേൽ വലിയ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, വലിയ നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആണവ കേന്ദ്രത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ നാശത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചടിക്കാനായിട്ട് ഇവർക്കുള്ള പല വഴികളും ഇറാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ ട്രംപ് ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് വരിക? നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിൻ്റെ വഴികൾ തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ട്രംപിനെ കൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കില്ലെന്ന് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തോടു കൂടി തന്നെ മനസ്സിലായി. രണ്ടുപേരെ സംസാരിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ അവസാനം അദ്ദേഹം പറയും ഞാനാണ് എല്ലാം ശരിയാക്കിയത്, പറഞ്ഞ് ശരിയാക്കിയത് എന്ന് പറഞ്ഞ് രംഗത്ത് വരും. എന്തോ ഒരു ചെറിയ ഇതുണ്ട്, ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു കമാൻഡിങ് പവർ അല്പം കുറയുകയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് എന്തായാലും അത് നമ്മൾ ഇന്ത്യ പാക് ഇത് വെച്ചുകൊണ്ട്, പക്ഷേ ഇസ്രായേലുമായിട്ട് വലിയ ഒരു ബന്ധമല്ലേ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ല, ഈ ഇലക്ഷന് മുൻപ് തന്നെ ട്രംപ് പറഞ്ഞതാണ് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ പോരാട്ടം അവസാനിപ്പിക്കും, യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. അല്ല, ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ഇറാന് വാണിംഗ് കൊടുത്തില്ലേ? അപ്പം നമ്മളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. അവിടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു പോര് മുറുകാനുള്ള സാധ്യതയുണ്ട്. അത് ഏതാണ്ടൊരു ഒരു മുൾമുനയിൽ വരെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ 1-2 മാസം പിന്നിട്ടിരിക്കുന്ന 2-3-4 മാസം കഴിയുന്ന ഈ അവസരത്തിലാണ് ആ ഒരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്നുള്ളതാണ്. അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നു
വളരെ കരുതി വെച്ചുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ. ഇപ്പം ഇസ്രായേൽ രാജ്യത്തുള്ളവർക്കൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണ ഹമാസിനോട് പോരടിച്ചപ്പോൾ രാജ്യത്തുള്ളവരൊക്കെ തന്നെ സുരക്ഷിതരായിരുന്നു. അന്ന് ഇന്ത്യക്കാരെയൊക്കെ തിരികെ കൊണ്ടുവരാനായിട്ട് നരേന്ദ്രമോദി ശ്രമം നടത്തിയപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു ഞങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നുണ്ട് രാജ്യത്തുള്ളവരെല്ലാം തന്നെ വളരെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇസ്രായേൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അറ്റാക്ക് തീരെ ചെറുതല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ആയുധ ബലത്തിലൊക്കെ ആരാ മുമ്പിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനാണ്. അവരുടെ ഒരു സജീവ സേന എന്ന് പറയുന്നത് തന്നെ 6,10,000 വരുന്നത്. കരുതൽ സേന 3,50,000, 3.5 ലക്ഷം. അർദ്ധസൈനികർ 2,20,000. ആകെ സൈനികർ ഏകദേശ കണക്കാണ് ഈ പറയുന്നത് 11.8 ലക്ഷമാണ്. മൊത്തം വിമാനങ്ങൾ 551, യുദ്ധവിമാനങ്ങൾ 186, ഹെലികോപ്റ്റർ 129, പിന്നെ തീയിലിറങ്ങാൻ ശേഷിയുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ 13, ടാങ്കുകൾ 1996. പിന്നെ ഇത് ടാങ്കുകൾ പറയുമ്പോൾ 1370 ഉള്ളൂ ഇസ്രായേലിൻ്റെ കൈവശം. കവചിത വാഹനങ്ങൾ 65,000, ഇസ്രായേലിൻ്റെ കയ്യിൽ 43,000. റോക്കറ്റ് ലോഞ്ചറുകൾ 775, പീരങ്കികൾ 2,462. അത് ഇസ്രായേൽ വരുമ്പോൾ 523 ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അന്തർവാഹിനികൾ 3, പട്രോൾ ബോട്ടുകൾ 19. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആയുധബലം നോക്കുമ്പോൾ സജീവ സേന വന്നിട്ട് 1,76,000, കരുതൽ സേന 4,65,000, അർദ്ധസൈനികർ 35,000, ആകെ സൈനികർ വന്നിട്ട് 6.7 ലക്ഷം. ഇതൊക്കെ ഏകദേശ കണക്കാണ്. മൊത്തം വിമാനങ്ങൾ 612, പിന്നെ സ്വയം നിയന്ത്രിത തോക്കുകൾ 650. പക്ഷേ ഈ ആയുധബലം ഇറാന് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇവർ അടിച്ചു കയറുന്നതിലൊന്നും അത്ര പിന്നോട്ട് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരേ സമയം പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ ഇറാനുമായിട്ടും യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇറാൻ എത്ര പേര് പിന്തുണയുമായിട്ട് മുമ്പോട്ട് വരും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇറാൻ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ എല്ലാം പിന്തുണ തേടും. അന്ന് ഹമാസിൻ്റെ കാര്യത്തിൽ വന്നപ്പോഴും അവരുടെ വെള്ളിയാഴ്ചത്തെ പ്രഭാഷണത്തിൽ മത നേതാവ് പറയുകയുണ്ടായതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കണം ഈ ജൂതന്മാരെ ഇവിടെ നിന്ന് തുടച്ച് നീക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും അത് വേണ്ടത്ര ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ്റെ പല നിലപാടുകളോടും മുമ്പൊരിക്കൽ ഇസ്രായേൽ തന്നെ ഇറാൻ ജനതയോടെ പറഞ്ഞിട്ടുള്ളൊരു ആഹ്വാനമുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ കാക്ഷിക്കുന്നുണ്ടോ, നിങ്ങളവിടെ വിടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ നമുക്കറിയാമല്ലോ, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ വിലക്കുകളുള്ള, സെൻസറിങ് ഉള്ള ഒക്കെയുള്ള ഒരു ഇടമാണ്. സിനിമയുടെ കാര്യത്തിൽ പോലും അറിയാം, ഒരു സിനിമ എത്ര സെൻസറിങ് കഴിഞ്ഞാണെന്നറിയാം. ഒരു ജാഫർ പനാഹി എന്ന് പറയുന്ന ഒരു വലിയ വിശ്വവിഖ്യാതമായിട്ടുള്ളൊരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏതാണ്ട് 15-20 വർഷം വീട്ടുതടങ്കിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം ഈ അടുത്ത സമയത്തൊരു ചിത്രം സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ളതാണ്. ഒരു സംവിധായകനെ 10-20 വർഷം വീട്ടുതടങ്കിൽ ഇടുക എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവിടെയാണ് ഇപ്പോൾ സംഗതികളൊക്കെ മാറുന്നത്. അപ്പോൾ ഇനി ഇത് വീണ്ടും പുകയുകയല്ല, ഇതിനി പൊട്ടിത്തെറിയുടെ ഓരോരോ പാരമ്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.